ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യുക്രൈനിലേക്ക് വരാൻ പോകുന്ന ആൾക്കാർക്ക് അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. ജോലിക്ക് അല്ലെങ്കിൽ പഠിക്കാൻ എന്തിനാണെങ്കിലും ഇവിടെ വരുമ്പോൾ അറിയേണ്ടതായ കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ തന്നെ പറയാം, നമുക്ക് നാട്ടിൽ കിട്ടിയില്ല എങ്കിൽ മാത്രമേ MBBS വെറ്റിനറി ഇങ്ങനത്തെ കോഴ്സുകൾക്കൊക്കെ യുക്രൈനിലൊക്കെ നോക്കാവുള്ളൂ. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാടാണ് എപ്പോഴും ബെസ്റ്റ്. അപ്പം നാട്ടിൽ നിൽക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഇനിയിപ്പം നിങ്ങൾക്ക് നീറ്റ് എഴുതി നാട്ടിൽ കിട്ടിയില്ല എങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് കോസ്റ്റ് ഫ്രണ്ട്ലി സാധനം എന്ന് പറയുന്നത് യുക്രൈനിൽ തന്നെയാണ് MBBS പഠിക്കാൻ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക എന്ന് പറയുന്നതാണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത 6 വർഷം അല്ലെങ്കിൽ ജീവിതകാലം മൊത്തമുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി അത് MCA അക്രഡിറ്റഡ് ആണോ, അവിടെ പഠിച്ചിട്ട് എത്ര പാസ് ഔട്ട്സ് ഉണ്ട്. ഒരിക്കലും നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ അവിടെ പാസ് ഔട്ട്സ് ഉണ്ടോ, അവിടെ എത്ര ഇന്ത്യൻസ് ഉണ്ട്, അത് MCA അക്രഡിറ്റഡ് ആണോ, അവിടെ എന്തെങ്കിലും USMLE അല്ലെങ്കിൽ പ്ലാബ് അതിനുള്ള കോച്ചിങ് ഉണ്ടോ, അങ്ങനത്തെ കാര്യമൊക്കെയാണ് നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത്. അല്ലാതെ എന്താ പറയുക, റാങ്കിങ് അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി തിരഞ്ഞെടുത്തു, ഇനി ഈ യൂണിവേഴ്സിറ്റി വരാനുള്ള മാർഗം, അതിന് പല മാർഗമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. പല ഏജൻസീസ് ഉണ്ട് ധാരാളം. ഓരോ ദിവസം ഓരോന്ന് പുതിയതായിട്ട് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് പോലെ തന്നെ അതേ എന്താ പറയുക തീക്ഷ്ണതയോടെ വേണം നിങ്ങളൊരു ഏജൻസി ചൂസ് ചെയ്യാൻ. നിങ്ങളുടെ കൂടെ 6 വർഷം അവർ കാണുമോ, നിങ്ങൾക്ക് എല്ലാ ബാക്കപ്പും അവർ തരുമോ, നിങ്ങളുടെ ഹോസ്റ്റൽ, നിങ്ങളുടെ മെസ്, നിങ്ങളുടെ അക്കോമഡേഷൻ എല്ലാം അവർ സെറ്റാക്കുമോ, പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള പിള്ളേരെക്കുറിച്ച് എന്താ പറയുക അവരുമായിട്ടൊരു കോണ്ടാക്റ്റ് വെച്ച് അവരെങ്ങനെയുണ്ടെന്ന് അറിയുക. അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ഒരു ഏജൻസിയെ ചൂസ് ചെയ്യാൻ. കാരണം എല്ലാവരും ഭയങ്കര കൺവിൻസിങ് ആണ്. കേൾക്കുമ്പോൾ നമ്മളൊന്നും ഇവരാണ് ബെസ്റ്റ് എന്ന്. പക്ഷേ ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഭാവിയിലത്തെ കാര്യം കൂടെ ഒന്ന് നോക്കിയിട്ട് വേണം അത് ചൂസ് ചെയ്യാൻ. അപ്പം നിങ്ങളുടെ ആദ്യത്തെ 2 കാര്യം കഴിഞ്ഞു, യൂണിവേഴ്സിറ്റി, ഏജൻസി. പിന്നെയുള്ള കാര്യം ഫീസ് സ്ട്രക്ചർ. നിങ്ങൾ ഓരോ ഏജൻസി ആയിട്ട് എന്താ പറയുക കണ്ടുമുട്ടുമ്പോൾ അവരൊരു ബ്രോഷർ, ഒരു ഫീസ് സ്ട്രക്ചർ തരും. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ടത് ആദ്യത്തെ പേയ്മെൻറ്റ് മാത്രമല്ല നോക്കേണ്ടത്. അത് പലർക്കും വേരിയബിളാണ്. ചിലർക്ക് 25,000, ചിലർക്ക് 10,000, ചിലർക്ക് 1,000, 5,000. ഇത് വേരിയബിളാണ്. അത് മൊത്തം നിങ്ങൾ കൂട്ടി നോക്കണം. ആദ്യം കുറച്ച് പൈസ മാത്രം വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ് ഫുൾ എമൗണ്ട് അങ്ങനെ ആകണമെന്നില്ല. നിങ്ങൾ ഫുൾ സാധനം, ഫുൾ ഫീസ് സ്ട്രക്ചർ മൊത്തം അങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഫുൾ എമൗണ്ട് എത്രയാവും, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണോ. അത് നമുക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഇയർ എല്ലാം അഫോർഡ് ചെയ്യും, പിന്നെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ നോക്കണം. അതുകൊണ്ട് നിങ്ങൾ ആ ഫീസ് സ്ട്രക്ചർ കിട്ടുമ്പം തുടക്കം ഇനീഷ്യൽ പാർട്ട് മാത്രമല്ല ഫുൾ കാര്യം സമ്മറൈസ് ചെയ്ത് നോക്കിയിട്ട് വേണം ഏത് ഏജൻസിയാണ് ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ഒപ്റ്റിമം എന്ന് ചൂസ് ചെയ്ത് വരാൻ. ഇനി അടുത്ത കാര്യം ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് പറയുമ്പം അത് പ്രൈമർലി നമ്മളെ ബേസ് ചെയ്തിരിക്കും. എനിക്ക് വേണേൽ എക്സ്പെൻസീവായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ മീഡിയോക്കറായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ തീരെ പാപ്പറായിട്ട് ജീവിക്കാം. അതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഞാനിവിടെ ജീവിക്കുന്ന ഒരു 8,000 to 10,000 റേഞ്ചിലാണ്. അതായത് മാസത്തിൽ 4 പ്രാവശ്യം ഞാൻ നോൺ വെജ് വാങ്ങിക്കും, സ്വീറ്റ്സ് വേണേൽ പുറത്തുനിന്ന് വാങ്ങിക്കും, എല്ലാം നടക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അത് അപ്പാർട്ട്മെൻറ്റിലൊക്കെ നിൽക്കുമ്പം വില കൂടും കേട്ടോ, ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്കൊരു 8,000 to 10,000 മതി ലിവീവിൽ ജീവിക്കാൻ. അത് പല സ്ഥലത്തും പല എമൗണ്ടാണ്. ഇപ്പോൾ കീവിലാണെങ്കിൽ എല്ലാത്തിനും ലിവീവിലേക്ക് ഒരു 3 ഗ്രിവൻ കൂടുതലാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ പല സ്ഥലത്ത് പല എമൗണ്ടാണ്. അപ്പം അത് സോൾലി ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കണം അതനുസരിച്ചിരിക്കും നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ്. രാജാവായിട്ടും ജീവിക്കാം, ഒരു സാധാരണക്കാരനായിട്ടും ജീവിക്കാം. അതെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, സെക്കൻഡ് നിങ്ങളുടെ ഏജൻസി ചൂസ് ചെയ്തു. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം അറിയേണ്ടത് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചാണ്. ഇവിടെ ഒരു വർഷത്തിൻ്റെ പകുതിയോളം ഭയങ്കര തണുപ്പും ബാക്കി പകുതി ചൂടും മഴയാണ്. ഇപ്പോൾ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ വരുന്നതെന്ന് വെച്ചാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആ സമയത്തായിരിക്കും ഒരു സമ്മർ ബാച്ച് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ ആവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളിവിടെ വരുമ്പോൾ ഇവിടെ നല്ല തണുപ്പായിരിക്കും. തണുപ്പെന്ന് വെച്ചാൽ ഈ വർഷം നല്ല തണുപ്പായിരുന്നു, വന്നവരൊക്കെ നല്ല വിറച്ചാൽ നിന്ന്. അതുകൊണ്ട് കയ്യിലൊരു സ്വെറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള ഒരു ജാക്കറ്റ് പോലെ എന്തെങ്കിലും കരുതുക. പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ എല്ലാം കൂടെ കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റാതെ വരും. ഇവിടെ നമുക്ക് ഗ്ലവ്സ് ഒക്കെ നല്ലത് കിട്ടും, ഗ്ലവ്സ്, ബൂട്ട്സ്,
പിന്നെന്താ മഫ്ലർ അങ്ങനത്തെ സാധനമൊക്കെ, ജാക്കറ്റ്, നല്ല ജാക്കറ്റും കിട്ടും, ചീപ്പായിട്ടാണ് കിട്ടുന്നത്. നാട്ടിലെ വെച്ച് നോക്കുമ്പം ഭയങ്കര ചീപ്പെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നാട്ടിലെ വെച്ച് നോക്കുമ്പം ക്വാളിറ്റിയും കൂടെ നോക്കുമ്പം ഇവിടുത്തേതാണ് ചീപ്പെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കുറേ സാധനം അങ്ങ് പെട്ടി നിറച്ച് വരാതെ ജസ്റ്റ് അത്യാവശ്യത്തിനൊരു ജാക്കറ്റ്, നിങ്ങൾ എന്തായാലും എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ സ്നീക്കേഴ്സോ എന്തെങ്കിലും ഇട്ടായിരിക്കും വരുന്നത്, അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല. ഇവിടെ വന്നിട്ട് വിൻ്റർ ബൂട്ട്സ് വാങ്ങിച്ചാൽ മതി. സോക്സ് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. പിന്നെ എന്താ പറയുക, മെഡിസിൻ നിർബന്ധമാണ്. നാട്ടിൽ കിട്ടുന്ന മെഡിസിൻ ഇവിടെ കിട്ടില്ല. ഇൻഹേലറൊക്കെ ഉപയോഗിക്കുന്നവർ ഇൻഹേലർ പക്ക കൊണ്ടുവരണം, കാരണം ഇവിടെ കിട്ടത്തില്ല. നമ്മൾ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ആരെങ്കിലും ഇനി വരുമ്പോൾ വേണം കൊണ്ടുവരാൻ. പാരസെറ്റമോള്, പിന്നെ ഇൻഹേലർ, പിന്നെ ആവി പിടിക്കുന്ന വേപ്പറൈസർ. ഞാനിവിടെ ഒന്നും പാരസെറ്റമോൾ ഇവിടെ കിട്ടും, പക്ഷേ ഇച്ചിരി വില കൂടുതൽ കേട്ടോ. അത് അത്ര ഇഫക്റ്റ് ഇല്ല. നമ്മുടെ പാരസെറ്റമോൾ 500 650 ഒന്നും ഇഫക്റ്റ് ഒന്നും ഇവിടെ അതിനില്ല. അതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. ഇൻഹേലർ ഉപയോഗിക്കുന്നവർ ഇൻഹേലർ കൊണ്ടുവരിക, വേപ്പറൈസർ. അപ്പോൾ ഇത്ര മെഡിസിൻസ്, എന്ത് മെഡിസിനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ബൾക്ക് സ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവരിക. കുറച്ചും കൂടെ എക്സ്പയറി ഡേറ്റ് കൂടുതലുള്ളത്, എക്സ്പയറി ഡേറ്റ് അടുത്ത മാസം കഴിയുന്നത് കൊണ്ടുവന്നിട്ട് ഗുണമില്ല. പിന്നെ നിങ്ങൾ മെഡിസിൻ കൊണ്ടുവരുമ്പോൾ അറിയേണ്ട കാര്യം, മെഡിസിൻ മാത്രമല്ല പ്രിസ്ക്രിപ്ഷൻ, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും അതിൻ്റെ കൂടെ തന്നെ വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് യുക്രൈൻ എത്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. പിന്നെയുള്ള കാര്യം, നിങ്ങൾ പൈസ ഡോളറായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുമ്പം അതിൻ്റെ റെസിപ്റ്റും കയ്യിൽ വെക്കുക. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനും വേണം, പൈസ കൊണ്ടുവരുവാണെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ് വേണം. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഇൻഷുറൻസും കൂടെ വേണമെന്നാണ് തോന്നുന്നത്, ട്രാവൽ ഇൻഷുറൻസ്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ ഉറപ്പില്ല. ഞങ്ങൾ ഈ വർഷം നാട്ടിൽ നിന്ന് വന്നപ്പം ഞങ്ങൾ ട്രാവൽ ഇൻഷുറൻസ് എടുത്തായിരുന്നു. അപ്പോൾ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത് മസാലാസ്, മുളകുപൊടി മല്ലിപ്പൊടി സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിൽ എത്രയും എന്താ പറയുക, എരിവ് കാണത്തില്ല, ടേസ്റ്റ് ഒന്നും കാണത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് ഒപ്പിക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ ഇവിടെ ജീവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഒപ്റ്റിമം സാമ്പാറാണ്. നമുക്ക് ഇവിടെ സാമ്പാറിനുള്ള സാധനങ്ങൾക്ക് വിലക്കുറവാണ്. അപ്പം ഞങ്ങൾ മിക്കവാറും ഉണ്ടാക്കുന്നത് സാമ്പാറാണ്. അപ്പോൾ സാമ്പാർ പൊടി ഇഷ്ടം പോലെ എടുക്കുക, കായപ്പൊടി, സാമ്പാർ പൊടി, ചിക്കൻ മസാല, മീറ്റ് മസാല, ഇതൊക്കെ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരിക. കാരണം അതിവിടെ കിട്ടത്തില്ല. നമ്മുടെ നാട്ടിലെ ഒരു ക്വിസീനാണ് ഇവിടെ നമുക്ക് കഴിക്കാൻ താല്പര്യമെങ്കിൽ അതൊന്നും കൊണ്ടുവന്നില്ല, നടക്കത്തില്ല. ഉഴുന്ന് കൊണ്ടുവരണം, ഇവിടെ ഉഴുന്ന് കിട്ടത്തില്ല ദോശയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ. പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഗരം മസാല നാട്ടിൽ നിന്ന് ഇനീഷ്യലി കൊണ്ടുപോകും. നിങ്ങളിപ്പോൾ ആദ്യം വരുമ്പം തന്നെ നിങ്ങൾക്ക് കടകളോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനീഷ്യലി ഗരം മസാല ഒക്കെ കൊണ്ടുവരിക, പൊടിക്കുക, ഓൾറെഡി പൊടിച്ചിരിക്കുന്ന കഴിക്കാമല്ലോ. അല്ലാതെ ഇപ്പം അത് തീർന്നു കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ഇപ്പം ഇവിടെ മെട്രോ എന്ന് പറയുന്നൊരു കടയുണ്ട്, ഒരു ഹോൾസെയിൽ സ്റ്റോറാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് വേണ്ട ഗരം മസാലയുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ തന്നെ മിക്സിയിൽ ഇട്ട് അടിച്ചു കൊണ്ടുവരിക. അപ്പോഴാണ് മിക്സി കൊണ്ടുവരിക, വളരെ ഉപകാരപ്രദമാവും. നമുക്ക് ദോശ അരയ്ക്കാം, ജ്യൂസ് അടിക്കാം, എന്തൊക്കെയാണെങ്കിലും ഗരം മസാല വേണേൽ പൊടിക്കാം. അപ്പം മിക്സി കൊണ്ടുവരിക. ഇനിയിപ്പോൾ ഈ സാമ്പാർ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പ്രഷർ കുക്കർ നിർബന്ധമാണ്, കാരണം ഇവിടെ കിട്ടത്തില്ല. ഞങ്ങളിവിടെ പ്രഷർ കുക്കറിൽ ഒന്ന് ചീറ്റിങ്ങുമ്പോൾ തന്നെ ബോംബ് പൊട്ടിയ പോലെയാണ് പല യുക്രൈനിയൻസ് ഓടി വരുന്നത്. കാരണം അവർക്ക് അറിയില്ല അതിനെക്കുറിച്ച്, അവർക്ക് വലിയ പരിചയമില്ല. ഇവിടെ ഒരു പുള്ളിക്കാരി ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ആർക്കും അറിയത്തില്ല. അപ്പം പ്രഷർ കുക്കർ കൊണ്ടുവരണം, മിക്സി കൊണ്ടുവരണം പറ്റുവാണെങ്കിൽ വെയിറ്റ് അനുസരിച്ച്. നമുക്കിവിടെ മിക്സി കിട്ടും, പക്ഷേ നമ്മൾ നാട്ടിൽ വാങ്ങിക്കുന്ന വിലയ്ക്കാണ് മിക്സി നോക്കുന്നതെങ്കിൽ നല്ല വാട്ട് കുറഞ്ഞ, പവർ കുറഞ്ഞ മിക്സിയേ കിട്ടത്തുള്ളൂ. പവർ കൂടിയ മിക്സി കിട്ടും, പക്ഷെ നമ്മൾ നാട്ടിൽ കൊടുക്കുന്നതിൻ്റെ 2 ഇരട്ടി അല്ലെങ്കിൽ 3 ഇരട്ടി വില കൊടുക്കേണ്ടി വരും. അത് ഒട്ടും എക്കണോമിക്കലും അല്ല. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന നാട്ടിൽ നിന്ന് തന്നെ മിക്സി എടുത്തുകൊണ്ട് വരിക എന്നാണ്. നിങ്ങളുടെ വെയിറ്റ് നോക്കിയിട്ട് കേട്ടോ, നിങ്ങൾ ആദ്യം വരുമ്പം കുറേ സാധനം കാണും. അപ്പോൾ വെയിറ്റും കൂടെ നോക്കിയിട്ട് വേണം ഈ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ. കൊണ്ടുവന്നാൽ ഡെഫിനറ്റ്ലി അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യം വെച്ചാൽ കടുക് ഇവിടെ കിട്ടത്തില്ല, കടുക് കൊണ്ടുവരണം. വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ഉണക്കി പൊടിച്ചത് കൊണ്ടുവരാം. പിന്നെ ഉണക്കമുളക്, വറ്റൽമുളക്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ലത്, കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ 3 കടമ്പകൾ കഴിഞ്ഞു. ഇനി അടുത്തത് നിങ്ങളുടെ ഫ്ലൈറ്റിൽ കയറി ഇനി എത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ കീവിലായിരിക്കും വന്നെത്തുന്നത്. കീവിൽ വന്ന് എത്തിക്കഴിഞ്ഞ ഉടനെ നിങ്ങൾ കഴിവതും ഒരു സിം കാർഡ് എടുക്കുക. സിം കാർഡ് എടുക്കുക എന്ന് പറയുമ്പോഴത്തേനും ഇവിടെ ലൈഫ് സെല്ല്, വോഡഫോണ്, പിന്നെ കീവ് സ്റ്റാർ അവൈലബിളാണ്. ഞാൻ ഉപയോഗിക്കുന്ന ലൈഫ് സെല്ലാണ്. കാരണം എന്ന് വെച്ചാൽ അത് ടോട്ടൽ യുക്രൈൻ കവറേജ് ഉണ്ട്. മറ്റേ ഇപ്പം ഞാൻ ഇന്നാളെ വോഡഫോൺ എടുത്തിട്ട് ഞാൻ ഇവാനോയ്ക്ക് പോയപ്പോഴത്തേനും അവർ എന്നോട് 20 ഗ്രീവൻ എക്സ്ട്രാ ചോദിച്ചു അവരുടെ സർവീസ് അവിടെ കിട്ടണമെങ്കിൽ. അപ്പോൾ ലൈഫ് സെല്ല് തന്നെ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെ കൂടുതൽ റേഞ്ചും ലൈഫ് സെല്ലിനൊക്കെയാണ്. കീവ് സ്റ്റാർ കുറച്ച് എക്സ്പെൻസീവുമാണ്. അപ്പം നിങ്ങൾ ഇവിടെ എത്തി, നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെത്തി, ഇവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു.
നിങ്ങൾ ഹോസ്റ്റലിൽ കയറി ആദ്യം തന്നെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സേഫാക്കി വെക്കുക. കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സൊക്കെ, പാസ്പോർട്ട്, വിസ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേഫായിട്ട് വെക്കുക. ഈ പുറത്തെ ടേബിളിൽ അങ്ങനെയൊന്നും ഇട്ടിട്ട് പോകാൻ പാടില്ല. പിന്നെന്താ, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കാര്യം, വന്നു കഴിയുമ്പോൾ നമുക്ക് പുറത്തൂടെ ഒക്കെ നടക്കാൻ തോന്നും. മഞ്ഞാണ്, ആദ്യം കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ കാണും. ആദ്യം തന്നെ 2 ആഴ്ചത്തേക്കെങ്കിലും പുറത്തങ്ങനെ കറങ്ങി നടക്കരുത്. കാരണം ഇവിടുത്തെ ലോക്കൽസിന് നമ്മുടെ ഇംഗ്ലീഷും അറിയത്തില്ല, അവരുടെ ഭാഷ നമുക്കും അറിയത്തില്ല. അവിടെയാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം എന്ന് ഞാൻ പറയാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളിവിടെ നിൽക്കുമ്പോൾ അത്രയും കാലം അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും, ഭയങ്കര ഹാൻഡി ആയിരിക്കും. അപ്പം അധികം കറങ്ങി നടക്കാതിരിക്കുക 2 ആഴ്ചത്തേന്. കാരണം തണുപ്പായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ദേഹം മൊത്തം അങ്ങനെ കവർ ചെയ്ത് ജാക്കറ്റ് ഇട്ടതൊക്കെ നടക്കുകയാണെങ്കിൽ ന്യൂമോണിയ എപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. ഇവിടെ ആദ്യം വരുമ്പോൾ എന്തായാലും ഒരു ചെറിയ പനി പോലെ വരും. നമ്മളത് കൂടുതൽ ക്രോണിക് ആക്കാതിരിക്കാൻ നമ്മൾ തന്നെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുക്കണം. പിന്നെ പറ്റുമെങ്കിൽ നാട്ടിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ മാസ്കും അതുപോലെ സാനിറ്റൈസറൊക്കെ എടുക്കുക. കാരണം ഇപ്പം ഇവിടെ വിലക്കുറവാണ് സാധനങ്ങൾക്ക്. പക്ഷേ എങ്ങാനും പ്രൈസസ് പീക്ക് ആയാലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ജസ്റ്റ് കയ്യിൽ അതൊക്കെ ഒന്ന് കരുതുക, മാസ്ക്, സാനിറ്റൈസർ ഒക്കെ. കാരണം ഇവിടെ കടയിലൊക്കെ കയറണം അല്ലെങ്കിൽ ബസ്സിലെ ട്രാമിലൊക്കെ കയറണമെങ്കിൽ നമുക്ക് എന്തായാലും മാസ്ക് ഉപയോഗിക്കണം. മാസ്ക് നിർബന്ധമാണ്. പിന്നത്തെ കാര്യം വെച്ചാൽ ഇവിടെ വന്നിട്ട് സാധനം വാങ്ങിക്കുന്ന കേസാണ്. ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ വാങ്ങിക്കുന്ന 3 കടയിൽ നിന്നാണ്. 1 മെട്രോ, 2 ആശാൻ, പിന്നെ അർസൻ എന്ന് പറയും. ഇതിനകത്ത് 3ലും എന്താ പറയുക, ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, ATB, അത്തബ എന്ന് പറയും. ഇതിൽ പലർക്കും പലതാണ് എക്കണോമിക്കലായിട്ട് തോന്നുന്നത്. അത് മിക്കവാറും നമ്മുടെ ആ ഒരു ഫുഡിൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് വാങ്ങിക്കുന്ന സ്ഥലം, ഞങ്ങൾ പൊതുവേ ഇവിടെ വാങ്ങിക്കുന്നത് മെട്രോയിൽ നിന്നാണ് അരിയൊക്കെ വാങ്ങിക്കുന്നത്. നല്ല അരിയൊക്കെ കിട്ടുന്ന അവിടെ നിന്നാണ്. നമ്മുടെ നാട്ടിലെ പോലത്തെ തന്നെ നല്ല അരി കിട്ടും. അതുപോലെ തന്നെ ഗരം മസാലയുടെ പൊടിക്കുന്ന സാധനങ്ങൾ അതൊക്കെ മെട്രോയിൽ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത്. പിന്നെന്താ, അരസനിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ മീറ്റാണ് വാങ്ങിക്കുന്നത്. പിന്നെ അത്യാവശ്യം വരുമ്പം ഞാൻ പറഞ്ഞില്ലേ, ചെറിയ ചെറിയ സൂപ്പർ മാർക്കറ്റ്സ് ഇവിടെ കാണും. സൂപ്പർ മാർക്കറ്റ്സ് ഇവിടെ വൊപ്പക്ക് കാണും, റുക്കാവെച്ക കാണും, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകൾ. അപ്പം നമ്മൾ മിക്കവാറും റുക്കാവെച്ക എന്ന് പറയുന്ന കടക്കാരാണ് ചിക്കൻ, മീറ്റ് അങ്ങനത്തെ സാധനമൊക്കെ വരുന്നത്. പിന്നെ ഇവിടുത്തെ എല്ലാം ഫ്രഷ്, അതുകൊണ്ട് പേടിക്കാനില്ല. പിന്നെ ഇതിലൊക്കെ ഫ്രഷായിട്ട് നമ്മുടെ ഈ വഴിയിലൊക്കെ കുറേ അമ്മച്ചിമാർ ഇങ്ങനെ അവരുടെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ സാധനങ്ങൾ, അതായത് ക്യാരറ്റ്, ടേണിപ്പ്, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് കുറേ റാസ്ബെറി, ബ്ലൂബെറി, മൾബെറി അങ്ങനത്തെ സാധനങ്ങളും, പിന്നെ ചിക്കൻ അവർ തന്നെ എന്താ പറയുക ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടുവെക്കും. വിലയ്ക്ക് വലിയ കുറവുണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ക്വാളിറ്റി ഇതാണ്. ഫാം ഫ്രഷ് എന്ന് പറഞ്ഞാൽ അതാണ് സാധനം. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്നത്. പിന്നെന്താ, അപ്പം ഇത്തരമൊക്കെ കാര്യം ചെയ്യുമ്പം തന്നെ നിങ്ങൾ ഇവിടുത്തെ ലൈഫായിട്ട് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങും. നിങ്ങൾ കൂടുതൽ ലോക്കൽസുമായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലാംഗ്വേജും പഠിക്കും, യുക്രൈനിയൻ. കാരണം അതങ്ങനെ ലാംഗ്വേജ് നമ്മൾ പഠിക്കുന്നത് സ്പീക്ക് ചെയ്താൽ, മിങ്കിൾ ചെയ്താൽ, ലിസൺ. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇവിടുത്തെ ആൾക്കാരായിട്ട് മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ അവരുടെ ആ ഒരു ലാംഗ്വേജും അവരുടെ ഒരു കൾച്ചറും ഒക്കെ അങ്ങ് തന്നെ നമ്മൾ എന്താ പറയുക അബ്സോർബ് ചെയ്തെടുത്തോളും. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ടെമ്പററി വിസയാണ്. വരുമ്പോൾ അത് നിങ്ങൾക്ക് റിന്യൂ ചെയ്ത് പോസ്റ്റ് വിത്ത് എന്ന് പറഞ്ഞൊരു ചെറിയ കാർഡ് കിട്ടും. എന്നാ വന്നാലും ശരി, ആ കാർഡ് പൊന്നു പോലെ വെക്കുക, അത് കളയരുത്. അത് കളഞ്ഞാൽ തിരിച്ച് കിട്ടാൻ, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ വേറെ കുറച്ച് എമൗണ്ട് കൂടെ കൊടുക്കണം. എനിക്ക് അതിൻ്റെ കൃത്യ എമൗണ്ട് അറിയില്ല, പക്ഷേ നല്ലൊരു എമൗണ്ടാണെന്ന് എൻ്റെ ഒരു വിശ്വാസം. അതിവിടെ നിങ്ങളെ ഇവിടുത്തെ ഒരു ടെമ്പററി സിറ്റിസൺ ആണ് എന്ന് കാണിക്കുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ്. അതൊരിക്കലും കളയരുത്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് വരുമ്പം പാസ്പോർട്ടിൻ്റെയും നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെയും നിങ്ങളുടെ +2, 10th മുതലായ സാധനങ്ങളുടെ ഒരു 10 കോപ്പി വെച്ചേലും എടുത്തുകൊണ്ട് വരിക. കളറോ ബ്ലാക്ക് ആൻഡ് വൈറ്റോ എന്താണെന്ന് വെച്ചോ, ഫോട്ടോ കോപ്പി എന്തെങ്കിലും. അതുപോലെ തന്നെ ഇനി പറയുകയാണെങ്കിൽ ബാങ്കിലെ കാര്യം പറയാം. ഞാനിപ്പോൾ ലീഗലി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ബാങ്കിലെ കാര്യം പറയുമ്പോഴത്തേനും മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ വിസ കാർഡ്. വിസ കാർഡിൻ്റെ കാര്യം ഞാൻ ഉറപ്പ് പറയുന്നില്ല. മാസ്റ്റർ കാർഡ് ഇവിടെ എന്തായാലും വർക്ക് ചെയ്യും. കാരണം എൻ്റെ മാസ്റ്റർ കാർഡാണ്, ഒരു കുഴപ്പം വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ ബാങ്കിൻ്റെ ആപ്പൊക്കെ ഇല്ലേ, അതൊക്കെ നാട്ടിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് വരിക. എന്നാലേ നമുക്ക് അതിവിടെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പം ഫെഡ്നെറ്റ്, ഫെഡ് ബുക്ക്, അതുപോലെ SIB മിറർ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് കൊണ്ടുവരണം. കാരണം ഇവിടെ അത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല, അത് ഓതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അത്രയാണ് ബാങ്കിൻ്റെ കാര്യം പറയുമ്പം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പം ചിലപ്പം ചിലർക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാതെ വരും. കാരണം എന്താ പറയുക, മൈനറൊക്കെ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഇവിടെ കുറേ ബാങ്കുകളുണ്ട്. അപ്പം ഞങ്ങൾ ഉപയോഗിക്കുന്നത് പ്രിവാറ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ബാങ്കാണ്. അവിടെ എന്ന് വെച്ചാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വെസ്റ്റേൺ യൂണിയൻ വഴിയോ അല്ലെങ്കിൽ റിയ അങ്ങനത്തെ സംഭവങ്ങൾ വഴി നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പറ്റും. അതും 2 അക്കൗണ്ടാണുള്ളത്. ഡോളർ അക്കൗണ്ട്, ഒന്ന് നമ്മുടെ യുക്രൈൻ അക്കൗണ്ട്. എടുക്കുമ്പോൾ രണ്ടും വേണമെന്ന് പറയുക. എന്നിട്ട് നമുക്ക് ഡോളർ അക്കൗണ്ടിലേക്കാണ് നമ്മൾ പൈസ ഇടുന്നത്. അതിനൊരു സ്ലിപ്പൊക്കെ അവർ തരും. ആ ഒരു ഡോക്യുമെൻ്റ് വെച്ചാണ് നമുക്ക് നാട്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. എന്നിട്ട് ഈ ഡോളർ അക്കൗണ്ടിൽ നിന്ന് വേണ്ടപ്പം നമുക്ക് നമ്മുടെ യുക്രൈനിയൻ കാർഡിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. യുക്രൈനിയൻ കാർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്കിവിടെ ഈ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യം വരില്ല. അല്ലെങ്കിൽ നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും നമുക്ക് കുറച്ച് എമൗണ്ട് നഷ്ടപ്പെടും. അപ്പോൾ അതിലും ഭേദം എന്ന് പറയുന്നത് യുക്രൈനിയൻ കാർഡ് തന്നെ സ്വൈപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് പാർട്ട് ടൈം ജോലിയാണ്. പാർട്ട് ടൈം ജോലി എന്ന് പറയുന്ന സംഭവം ഇവിടെ ഒത്തിരി പേര് ചെയ്യുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. പക്ഷെ അത് ഇല്ലീഗലാണ്. അപ്പം നിങ്ങൾക്ക് ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ പറ്റുവാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ലിപ് ബാം ഒക്കെ എടുക്കുക. ലിപ് ബാം, മോയ്സ്ചറൈസർ. കാരണം സ്കിന്നൊക്കെ ഉണങ്ങി വരണ്ടു പോകും, ലിപ്സൊക്കെ ആണെങ്കിൽ പൊട്ടും. അത് ക്ലൈമറ്റ് ചേഞ്ച് അനുസരിച്ച് മാറും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ കെയർ ഐറ്റംസ് നിങ്ങൾ എടുക്കുക, കരുതുക. ഇവിടെയും കിട്ടും കേട്ടോ, ഇവിടെ പല നല്ല സാധനങ്ങൾ കിട്ടും. അത് പറ്റുവാണെങ്കിൽ നമുക്കൊരു ദിവസം ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം, ഷോപ്പിംഗ് ഹോൾ പോലെ എന്തെങ്കിലും. പിന്നെ ഇത്രയും കാര്യമാണ് എനിക്ക് ഇങ്ങോട്ട് വരാൻ പോകുന്ന ഒരാളോട് പറയാനുള്ളത്. ഇനി ഇതൊക്കെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ആദ്യം നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നത് സേഫായിട്ട് എടുക്കണം. നിങ്ങളുടെ ഏജൻസി അതിലും സേഫായിട്ട് എടുക്കണം. ഫീസ് സ്ട്രക്ചർ മൊത്തം നോക്കിയിട്ട്, തുടക്കം മാത്രമല്ല, ഇനീഷ്യൽ എമൗണ്ട് മാത്രമല്ല, ഫുൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ഏജൻസി പിടിക്കണം. എമൗണ്ട് മാത്രമല്ല, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസും, അതായത് ക്വാണ്ടിറ്റേറ്റീവ്ലി മാത്രമല്ല ക്വാളിറ്റേറ്റീവ്ലിയും കൂടെ നിങ്ങൾ നോക്കുക. അപ്പം നിങ്ങൾ മൊത്തത്തിൽ അത് അനലൈസ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവരേണ്ട സാധനങ്ങൾ, പ്രഷർ കുക്കർ, മിക്സി വേണ്ടിയിരിക്കുന്നു. പിന്നെ മസാലാസ്, സാമ്പാർ വെക്കാനൊക്കെ ഉള്ള മസാല, അങ്ങനെ സംഭവങ്ങൾ. പിന്നെ പറ്റുവാണെങ്കിൽ നാട്ടിൽ നിന്ന് ഒരു ജാക്കറ്റ് എടുത്തുകൊണ്ട് വരിക. ബാക്കിയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കാം. കാരണം നമുക്ക് കുറേ സാധനം നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഓൾറെഡി അത് പ്രീ ഓക്യുപ്പൈഡ് ആയിരിക്കും. 40 കിലോ ഒക്കെ ആയിരിക്കാം നിങ്ങളുടെ മാക്സിമം ലഗേജ് എന്ന് പറയുന്നത്. അപ്പം 40 കൂടുതൽ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് വേണ്ടി വരും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കടകൾ എല്ലാം പറഞ്ഞു തന്നു. നിങ്ങളുടെ പോസ്റ്റ് ബുക്ക് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. പിന്നെ എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യാം. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവർ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരിക. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നിൽക്കുക. ഒരു പ്രശ്നം വന്നാൽ ഒരാൾ കൂടെ കാണില്ല. അത് അവരുടെ കുഴപ്പമല്ല, നമ്മുടെ നാടല്ല. അപ്പോൾ അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, നമ്മളിവിടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റാണ്, നമ്മളിവിടുത്തെ ഒരു സിറ്റിസൺ അല്ല. അപ്പം നമുക്ക് കുറേ അധികം എന്താ പറയുക ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ ആ ലിമിറ്റേഷൻസിനുള്ളിൽ തന്നെ നിന്ന് വേണം പഠിക്കാൻ. അപ്പം നമ്മൾ നമ്മളെ തന്നെ നോക്കുക, എന്താ പറയുക, നമ്മുടെ എത്തിക്സ് അനുസരിച്ച് അങ്ങ് ജീവിക്കുക. ഇവിടെ ഇത്രയും കാര്യമാണ് നിങ്ങൾ അറിയേണ്ടത്. പിന്നെ ഇവിടെ എന്താ പറയുക, കഴിഞ്ഞ ദിവസം ഒരു കുട്ടി പറഞ്ഞതാണ്, അതായത് നമുക്കൊരിക്കലും ഒരു ബാച്ചിൻ്റെ ഇടയ്ക്കോട്ട്, അതായത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞൊരു ബാച്ചിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് ഇയറിലേക്ക് കയറാൻ പറ്റും എന്നൊരു കാര്യം ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളൊരു കാര്യം മാത്രം ഉറപ്പ് വരുത്തുക, ഒരു കോയിന് 2 വശമുണ്ട്. നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. 2 സൈഡും നോക്കിയിട്ട് നിങ്ങൾ ഏത് ഏജൻസി വരെ വരുന്നു എന്ന് എന്താ പറയുക ചൂസ് ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഏജൻസി ചൂസ് ചെയ്യുമ്പം നമ്മളൊരാളുടെ കാര്യം പറയുമ്പോൾ നമ്മളെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് പോസിറ്റീവ്സേ ഉള്ളൂ. അത് തന്നെയാണ് അവരും ചെയ്യുന്നത്. ഞങ്ങളുടെ പോസിറ്റീവ്സ് മാത്രമേ അവർ പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ അവരുടെ ഡ്രോബാക്സ്, നെഗറ്റീവ്സ് ഞാൻ പറയത്തില്ല, അവരുടെ ഡ്രോബാക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ വഴി വന്ന പിള്ളേരോട് അന്വേഷിക്കുക. എല്ലാം ഒന്ന് നോക്കി ഫുൾ കാര്യം നോക്കിയിട്ട് മാത്രം ആ ഏജൻസി വഴി കയറി വരിക. ഇങ്ങനെ കുറേ ഫ്രോഡും ഇവിടെ നടക്കുന്നുണ്ട്. അത് പകുതി മുക്കാലോളം നമ്മുടെ വിവരമില്ലായ്മ കൊണ്ടാണ് നമ്മളതിൽ പെടുന്നത്. ഒരിക്കലും നമുക്ക് നാട്ടിൽ MBBS എന്താ പറയുക നീറ്റ് എഴുതിയിട്ട്
വേറെ സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റില്ല. സെയിമാണ് ഇവിടെ. നമുക്ക് ഫസ്റ്റ് ഇയർ തൊട്ട് തന്നെ വേണം തുടങ്ങാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു ഊഹം. ഞാനിവിടെ അന്വേഷിച്ചിട്ട് ഞാൻ കേട്ടത് അങ്ങനെയാണ്. സെക്കൻഡ് ഇയറിലേക്ക് ഡയറക്റ്റ് കയറാൻ പറ്റത്തില്ല, ഫസ്റ്റ് ഇയർ തൊട്ട് തുടങ്ങണം. അങ്ങനെ വല്ല പുതിയ സ്കീം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അന്വേഷിക്കുക. കാരണം നിങ്ങളുടെ ഭാവിയാണ്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാട്ടിലും നല്ല ഇവിടെയും ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇന്ന ഏജൻസി അല്ലെങ്കിൽ ഇന്ന ആൾക്കാരുടെ കൂടെ വരിക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിങ്ങോട്ട് വരാൻ പോകുന്ന ഒരാളോട് പറയാനുള്ളത്. ഇതൊക്കെയാണ് എന്നോട് ഒരാൾ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ. പിന്നെ പുളിയുടെ കാര്യം മറക്കരുത്. പുളിയും കൂടെ എടുക്കാനുണ്ട് കേട്ടോ. ഞാൻ പുളിയുടെ കാര്യം വിട്ടുപോയി. സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ പുളി വേണം. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ മെയിൻ ഡിഷ് എന്ന് പറയുന്നത് സാമ്പാർ, രസം, പരിപ്പ്. ഇത് മൂന്നുമാണ് നമ്മുടെ ബഡ്ജറ്റിൽ നിൽക്കുന്നതും നമുക്ക് എന്താ പറയുക ഈസി ടു മേക്ക് പരിപാടി തീർക്കുമല്ലോ. അപ്പം പുളി മറക്കല്ലേ. അത് കഴിഞ്ഞിട്ടിപ്പോൾ പറയാനുള്ളത് എന്താ, ഇത് ഇടയ്ക്ക് കയറി വന്നതാണ് കേട്ടോ. ഇത്ര എനിക്ക് പറയാനുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കാണ്. യു ആർ ഓൺ യുവർ ഓൺ. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഭാവി ഇവിടെ വന്നു കഴിയുമ്പം തീരുമാനിക്കുന്നത്. നശിക്കാൻ വന്ന ലക്ഷ്യത്തിലേക്ക് തന്നെ എത്താം. അത് മറക്കാതിരിക്കുക. കഴിവതും ഡീവിയേറ്റ് ചെയ്യാതെ ഇരിക്കുക. യു ആർ ഓൾവേസ് ഓൺ യുവർ ഓൺ വൺസ് യു ലീവ് യുവർ ഫാമിലി. നിങ്ങളെ ഇവിടെ ശിക്ഷിക്കാനോ ശാസിക്കാനോ ആരുമില്ല. ഏജൻസിക്കാർക്കാണെങ്കിലും അവർക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. കഴിവതും വന്ന പാതയും പോകാനിരിക്കുന്ന പാതയും മറക്കാതിരിക്കുക. കാരണം ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടാൽ ഭാവിയിൽ നമുക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ 6 വർഷം നമ്മൾ കഷ്ടപ്പെട്ടാൽ അടുത്ത 60 വർഷം നമുക്ക് സന്തോഷിക്കാം. 6 വർഷം അടിച്ചു പൊളിച്ചാൽ 60 വർഷം എങ്ങനെയാവുമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ MBBSകാർക്കാണെങ്കിൽ ഇത് കഴിയുമ്പോൾ ഒന്നും തീരുന്നില്ല. MD ഉണ്ട്, അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ട്, എനിക്കറിയത്തില്ല. അതിപ്പോൾ നമ്മുടെ ബേസ് എവിടെയാണ് വരുന്നത്. പഠിക്കുക, സന്തോഷത്തോടെ ജീവിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക, നാട്ടിൽ പോവുക. ഇതാണ് നമ്മൾ വന്ന ഉദ്ദേശം. അപ്പോൾ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ഞെക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം. ബൈ.